അമ്മ. എന്തടി? ഓ, എന്തൊരു ഗൗരവം അമ്മയ്ക്ക്. അമ്മയ്ക്കൊന്ന് ചിരിച്ച് സംസാരിച്ചൂടെ എന്ന് എല്ലാവരും ചോദിക്കണം. പണി എപ്പോഴും. എല്ലാവരും ചോദിക്കണ്ടോന്ന് ചിരിച്ചൂടെ? ഇന്ന് ഞാൻ അമ്മയ്ക്ക് നല്ലൊരു സാധനം ഉണ്ടാക്കി തരാം. അത് ഉണ്ടാക്കി തരുമ്പോ അമ്മ എന്തായാലും ചിരിക്കും. പിന്നെ നീ ചിരിപ്പിക്കും നല്ലോണം. നോക്കാലോ. നോക്കാം. ഇന്ന് ഞാൻ ചിരിപ്പിക്കും. ചിരിപ്പിക്കാനുള്ള മരുന്ന്. ഇന്ന് നമ്മൾക്ക് എന്നുണ്ടാക്കുന്നതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടൊരു സംഭവം ഉണ്ടാക്കാം. അതിനിതേ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മസാല റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. അതൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ബ്രെഡ് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ആവശ്യത്തിന് ഇതുപോലെ എല്ലാതും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഒരു കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത്. നമ്മൾ എന്തോരം പലഹാരം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് കോഴിമുട്ട എടുക്കുക. എന്നിട്ട് ഒരു കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. ഈ മുട്ടയിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ വേറൊരെണ്ണം കൂടെ മുക്കി അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് ബ്രെഡിലിട്ട് ഉരുട്ടി പരട്ടി എടുത്തിട്ട് നമുക്ക് തിളച്ച വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉദ്ദേശിച്ച പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു പീസ് മാത്രമായിട്ട് ബ്രെഡിൽ മുക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദേശിച്ച പലഹാരം ആവില്ല. രണ്ടും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതെല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് അത് ചൂടാറി കഴിയുമ്പോൾ അതിന്റെ നടുഭാഗം ഒരു കത്തി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് കട്ട് ചെയ്ത് പകുതി വരെ കട്ട് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നമ്മൾ അതിലേക്ക് കുറച്ച് വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഫസ്റ്റ് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഓരോന്നും എടുത്ത് പകുതി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ചിരിമുട്ട അടിപൊളിയായിട്ടില്ലേ? ഇനി നമ്മൾക്കത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്കാം അല്ലെ? അമ്മേനെ ചിരിപ്പിക്കാന്നാണ് പറഞ്ഞേക്കണത്. ചിരിക്കുമല്ലോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. എന്തിട്ട് പലഹാരടി ഇത്? ചിരിച്ചിരിക്കണ്ടല്ലോ ഇത്. എന്നിട്ടടി ഇത് ചിരിമുട്ടയോ? എന്തായാലും നന്നായിണ്ട്. എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടാക്കി പറ്റിക്കല നമ്മളെ. അങ്ങനൊരു പലഹാരം ആദ്യമായിട്ട് കാണാൻ ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.